അസ്സലാമു അലൈക്കും സഹോദരങ്ങളെ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ വഖഫുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ക്ലാസ്സാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നും ആ വിഷയമായി തന്നെയാണ് നമ്മൾ സംസാരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. ഇന്നത്തെ സംസാരത്തിന് പ്രത്യേകത എന്തെന്നാൽ, ഈ സിനിമാ നടൻ ഗോപി അദ്ദേഹം പറയുകയുണ്ടായി, WAQF എന്ന 4 ആംഗലേയ അക്ഷരങ്ങൾ ഈ കിരാതമായിട്ടുള്ള നിയമമുള്ള വഖഫുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അപ്പോൾ അദ്ദേഹത്തിന്റെ ധാരണ തെറ്റാണ്. എന്താണ് വഖഫ് എന്നും വഖഫ് ഉള്ളത് കൊണ്ട് എന്താണ് ഗുണമെന്നും വഖഫ് ഇല്ലാതായി കഴിഞ്ഞാൽ എന്താണ് സമൂഹത്തിന് നഷ്ടം എന്നും ഞാൻ ചെറിയ സമയം കൊണ്ട് വിശദീകരിക്കാനുള്ള ഒരു ശ്രമം നടത്തുകയാണ് ഇവിടെ. ഒന്നാമതായിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഈ വഖഫ് എന്ന സമ്പ്രദായം ലോകത്ത് കൊണ്ടുവന്നിട്ടുള്ളത് പല ആളുകളും നമ്മളിവിടെ വീഡിയോകൾ പ്രചരിപ്പിച്ചുകൊണ്ട് പറയുന്നത് ഇത് ഇറാഖിലും തുർക്കിയിലും ഈജിപ്തിലും ഒന്നും വഖഫില്ല, വഖഫ് ഉള്ളത് ഇന്ത്യയിൽ മാത്രമാണ്, അത് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നതാണ്, നെഹ്റുവിന്റെ കാലത്ത് ഉണ്ടായതാണ് എന്നൊക്കെയാണ് ജനങ്ങൾ തെറ്റിദ്ധരിക്കുന്നത്. ഒന്നാമതായിട്ട് മനസ്സിലാക്കേണ്ടത്, വഖഫ് എന്ന് പറയുന്നത് അത് ആരംഭിക്കുന്നത് 1400 വർഷങ്ങൾക്ക് മുൻപ് അത് മദീനയിലാണ് ആരംഭിക്കുന്നത്. അതിന്റെ ഉപജ്ഞാതാവ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അള്ളാഹുവിന്റെ ആജ്ഞ അനുസരിച്ചിട്ടാണ് അദ്ദേഹം അത് പ്രാബല്യത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ യഥാർത്ഥ ഉപജ്ഞാതാവ് അള്ളാഹുവാണ്. ഏത് വിഷയത്തിലും ഒരു ബൈലോ കാണുമല്ലോ, ഒരു നിയമാവലി. ഈ വഖഫ് എന്ന് പറയുന്ന വിഷയത്തിലും ഈ അള്ളാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവന്നിട്ട് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ കൂടി നടപ്പാക്കിയിട്ടുള്ള ഈ വഖഫിനും ഒരു നിയമാവലി ഉണ്ട്. ആ നിയമാവലി എവിടെയാണ് നമുക്ക് കാണാൻ കഴിയുക? 3-ാമത്തെ സൂറത്തിലെ 92-ാമത്തെ വചനത്തിൽ നമുക്ക് ഇങ്ങനെ കാണാം, ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖു മിമ്മാ തുഹിബ്ബൂൻ. നിങ്ങൾ ഇഷ്ടപ്പെടുന്നതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുന്നത് വരെ നിങ്ങൾക്ക് പുണ്യം നേടാനാവില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് വേണം ചെലവഴിക്കാൻ. ഒരാൾക്ക് 10 ഏക്കർ സ്ഥലമുണ്ട്, അതിൽ 1 ഏക്കർ വെള്ളക്കെട്ടാണ്, അതിൽ വലിയ ഗുണമൊന്നുമില്ല എന്ന് കാണുമ്പോൾ 10 ഏക്കർ 9 ഏക്കർ നിലനിർത്തിയിട്ട് ഈ 1 ഏക്കർ ഇഷ്ടമില്ലാത്തത് കൊടുക്കാനല്ല പറയുന്നത്. ഈ 10 ഏക്കറിൽ ഏറ്റവും മികച്ച തെങ്ങിൻ തോപ്പ് ഏതാണോ അതാണ് കൊടുക്കേണ്ടത്. അതാണ് ഇതുകൊണ്ട് പറയുന്നത്. നിങ്ങൾ ഏതൊരു വസ്തു ചെലവഴിക്കുന്നതായാലും തീർച്ചയായും അള്ളാഹു അതിനെപ്പറ്റി അറിയുന്നവനാകും. അപ്പോൾ ഇവിടെ നിങ്ങളോട് ചെലവഴിക്കാൻ വേണ്ടി കൽപ്പിക്കപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഈ വഖഫ് ബോർഡ് എന്ന് പറയുന്നതിന്റെ ഉത്ഭവം. ഇവിടെ ഓരോ മുസ്ലിങ്ങളും അവരവരുടെ സ്വത്തുകൾ ഇവിടെ അള്ളാഹുവിന്റെ നാമത്തിൽ വഖഫ് ചെയ്യുന്നു, സ്റ്റോപ്പ് ചെയ്യുന്നു. പിന്നീട് അവർ മരിച്ചുപോയി കഴിഞ്ഞാലും കാലാകാലമായി കഴിഞ്ഞാലും ഇവിടെ ഈ സ്വത്തിൽ നിന്ന് വരുന്ന വരുമാനം കൊണ്ട് ഒരുപാട് പാവപ്പെട്ടവർ ജീവിച്ചു പോകുന്നു. ഇതാണ് വഖഫിന്റെ ഉത്ഭവം. ഇനി വഖഫിൽ ചെലവാക്കുന്നതിനെ കുറിച്ചിട്ട് ഒരു ഹദീസ് ഉണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് വായിച്ചു കേൾപ്പിച്ചു തരാം. ആ ഹദീസ് സഅദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഇതിന്റെ ഈ വീഡിയോ നമ്മൾ നാളെ പ്രസിദ്ധീകരിക്കുന്ന സമയത്ത് ഈ സംസാരം കഴിഞ്ഞതിന് ശേഷം ഈ ഹദീസുകളൊക്കെ അതിൽ എഡിറ്റ് ചെയ്ത് ചേർക്കുന്നതായിരിക്കും. ഇപ്പൊ ഞാനിവിടെ ഇങ്ങനെ പറഞ്ഞു പോവുകയാണ്. ഈ ഹദീസ് സുനനിൻ നസായിലെ 3632-ാമത്തെ ഹദീസിൽ സഅദ് റളിയല്ലാഹു അൻഹുവിന് സുഖമില്ലാതിരിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിസിറ്റ് ചെയ്യുന്നു. അപ്പോൾ സഅദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, ഞാൻ എൻ്റെ സ്വത്ത് മുഴുവൻ വഖഫ് ചെയ്യട്ടെ എന്ന് ചോദിക്കുകയുണ്ടായി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പാടില്ല. അപ്പോൾ സഅദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ എൻ്റെ സ്വത്തിന്റെ പകുതി വഖഫ് ചെയ്യട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പാടില്ല. അപ്പോൾ സഅദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, 1/3. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2 പ്രാവശ്യം ആവർത്തിച്ചു, 1/3 പറഞ്ഞ് തലയാട്ടിക്കൊണ്ട് അത് തന്നെ ധാരാളമാണ് എന്ന് പറയുകയുണ്ടായി. എന്ന് വെച്ചാൽ അനുവാദം കൊടുത്തു. അവർ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വഖഫ് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം ഒരാൾക്ക് സ്വത്ത് ഉണ്ടെങ്കിൽ അത് ചിലപ്പോഴൊക്കെ ചില മനുഷ്യന്മാർ വല്ലാണ്ട് സ്പിരിച്വലാവും. അള്ളാഹുവിനോട് അടുത്ത് കഴിഞ്ഞിട്ട് അവരുടെ സ്വത്ത് മുഴുവൻ അങ്ങോട്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊടുത്തിട്ട് മക്കളെ പട്ടിണിയാക്കുന്ന പരിപാടിക്ക് പറ്റില്ല. നിങ്ങളുടെ സ്വത്തിൽ നിന്ന് മാക്സിമം നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നത് 1/3. അത് തന്നെ അടുത്തൊരു ഹദീസ് ഉണ്ട്, അതില് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത്, ഞാൻ ആഗ്രഹിക്കുന്നു ജനങ്ങൾ 4/1 അവർ വഖഫ് ചെയ്യട്ടെ എന്നാണ്. കാരണം 3/1 അത് ധാരാളമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടല്ലോ. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരാൾ വഖഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 4/1 നല്ലത് എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അതിനെക്കുറിച്ചിട്ട് പറയുകയുണ്ടായി. ഇനി ഞാൻ നിങ്ങൾക്കൊരാളെ പരിചയപ്പെടുത്തി തരാം. ആ വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ തന്റെ സമ്പാദ്യത്തിൽ നിന്ന് കൃത്യമായി 1/3 ഭാഗം അദ്ദേഹം വസിയത്ത് ചെയ്യുന്നു, വഖഫ് ചെയ്യുന്നു എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആ വ്യക്തി എൻ്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ ആണ്. അദ്ദേഹത്തിന്റെ പേര് മുഹമ്മദ് ഖാസിം. എൻ്റെ പേര് സുലൈമാൻ സേഠ്. എൻ്റെ പിതാവിന്റെ പേര് ഹസൻ സേഠ്. ഹസൻ സേഠിന്റെ പിതാവിന്റെ പേര് അബ്ദുൽ ലത്തീഫ് സേഠ്. അബ്ദുൽ ലത്തീഫിന്റെ പിതാവിന്റെ പേര് ഇസ്മായിൽ സേഠ്. ഇസ്മായിൽ സേഠിന്റെ പിതാവ് മുഹമ്മദ് ഖാസിം. മുഹമ്മദ് ഖാസിം സേഠ് എന്ന് പറയുന്ന വ്യക്തി ഇദ്ദേഹം റൺ ഓഫ് കച്ചിലാണ്. ഗുജറാത്തിൽ ഇദ്ദേഹം ഹിന്ദു മതത്തിൽപ്പെട്ടിട്ടുള്ള വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു വലിയ കുടുംബവും ഇസ്ലാം മതം സ്വീകരിച്ചു.
ഇസ്ലാം മതം സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ സുരേഷ് ഗോപിയെ പോലെ ഒരുപാട് സാമൂഹ്യ സ്നേഹികൾ ഉണ്ടായിരുന്നു ഇവരെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട്. അവരുടെ സ്നേഹം അവർക്ക് താങ്ങാൻ കഴിഞ്ഞില്ല. അങ്ങനെ വളരെ പ്രയാസങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വന്നു. ഈ വ്യക്തികൾ, മുഹമ്മദ് കാസിം എന്ന് പറയുന്ന വ്യക്തിയും അദ്ദേഹത്തിന്റെ കുടുംബവും, അവർ പ്രമാദമായിട്ടുള്ള ബിസിനസ്സുകാരും കൃഷിക്കാരുമായിരുന്നു. ഒരുപാട് സ്വത്തുക്കളും സമ്പത്തുകളുള്ള വ്യക്തികളാണ്. അവരുടെ വീടിനെ തന്നെ ഹവേലി എന്നാണ് പറയുക. ഒരുപാട് ഒട്ടകങ്ങളും ആടുമാടുകളും ഒക്കെ ഇവർക്ക് സ്വന്തമായിട്ടുണ്ട്. അപ്പോൾ അവിടെ നടക്കുന്ന കാർണിവലിൽ ഇവരുടെ ഒട്ടകത്തെ പങ്കെടുപ്പിക്കുന്നതിൽ നിന്നും ഭ്രഷ്ട് കൽപ്പിച്ചു. അത് കഴിഞ്ഞ് പഞ്ചായത്ത് കിണറ്റിൽ നിന്ന് വെള്ളമെടുക്കുന്നതിനെ നിരോധിച്ചു. ഇതിനേക്കാളൊക്കെ ഉപരി ഇവരുടെ മക്കൾ സ്കൂളിൽ പോകുമ്പോൾ ആ കുട്ടികളോട് സംസാരിക്കരുത് എന്ന് അന്യമതസ്ഥരായിട്ടുള്ള കുട്ടികളെ അവരുടെ മാതാപിതാക്കൾ അവരെ മുടക്കി. അങ്ങനെ ഇവർ വളരെയധികം പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ട് കഴിഞ്ഞപ്പോൾ അവർക്ക് ഹിജറ പോകേണ്ടി വന്നു. അങ്ങനെ എല്ലാവരും, പല ആളുകളും, ചിലർ മൈസൂർ, ചിലർ അതുപോലെ തന്നെ ഊട്ടി, ചില ആളുകൾ ഹൈദരാബാദ്, മുംബൈ, പൂന, പിന്നെ ചില ആളുകൾ ഇതുപോലെ തന്നെ ആലപ്പുഴ, കൊച്ചി, തിരുവനന്തപുരം, ഈ സ്ഥലങ്ങളിൽ അവർ വന്നുപെട്ടു. അപ്പോൾ എൻ്റെ പൂർവികന്മാർ വന്നുപെട്ടിട്ടുണ്ടായിരുന്ന സ്ഥലമാണ് കൊച്ചി. കൊച്ചിയിൽ അവർ ബിസിനസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഹിജറയുടെ ബർക്കത്തായിരിക്കാം. എന്താണ് ഹിജറയുടെ ബർക്കത്ത് എന്ന് പറയാൻ കാരണം? അവർ ഹിജറ പുറപ്പെടാൻ വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ ആടുമാടുകളെയും വീടുകളും ഒക്കെ വിൽക്കാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞപ്പോൾ സർപഞ്ച്, അതായത് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു, നിങ്ങൾ ആരും തന്നെ മുഅ്മിന്റെ സ്വത്ത് വാങ്ങിക്കരുത്. മുഅ്മിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാമായിട്ടുള്ളവർ, സത്യവിശ്വാസികളായിട്ടുള്ളവർ, മുഅ്മിൻ, അവരുടെ സ്വത്ത് മേടിക്കരുതെന്ന് പറഞ്ഞു. ഈ മുഅ്മിൻ ലോപിച്ചിട്ടാണ് കേട്ടോ പിന്നീട് മേമനായി മാറിയത്. അങ്ങനെ അവരുടെ സ്വത്തുകളൊന്നും മേടിക്കാൻ പറ്റാതായി കഴിഞ്ഞപ്പോൾ സ്വത്തുകളൊക്കെ ഉപേക്ഷിച്ചിട്ടാണ് അവർ കൊച്ചിയിലേക്ക് വന്നത്. അവിടെ അവർ ബിസിനസ് ആരംഭിക്കുന്നത്. അപ്പോൾ ഈ വന്നിട്ടുള്ള വ്യക്തികളുടെ കൂടെ ഒരു കൊച്ചിക്കാരനുണ്ടായിരുന്നു, അവരുടെ അസിസ്റ്റന്റ് ആയിട്ടുണ്ടായിരുന്നത് ജൂൻസ എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹത്തിൽ നിന്ന് ഒരുപാട് കഥകൾ എന്റെ പിതാവിൽ കൂടെ ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം ഒരു ഹിജറ പുറപ്പെട്ട് കൊച്ചിയിലേക്ക് വരാനിരിക്കുന്ന സമയത്ത് ഏകദേശം 10-50 മീറ്റർ ഈ കുടുംബം ഇങ്ങനെ നീങ്ങിപ്പോവാണ്. കാരണം വീട് ഉപേക്ഷിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ വീട്ടിലെ ഒരു സ്ത്രീ ഉണ്ടായിരുന്ന, വീടിന്റെ ഉടമസ്ഥ, ഈ മുഹമ്മദ് കാസിമിന്റെ ഭാര്യ, ആ സ്ത്രീ തിരിച്ചു ഓടിപ്പോവുകയാണ് അവരുടെ വീട്ടിലേക്ക്. ഓടിപ്പോയിട്ട് ഇവരുടെ വാതിലിനെ അവർ ആ ലോക്കിനെ ചുംബിച്ചിട്ട് തിരിച്ചു വരികയുണ്ടായി. കാരണം അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു അവർക്ക് ആ വീട്. അപ്പൊ അത്രയും ഇഷ്ടമുള്ള ആ വീടിനെ ഉപേക്ഷിച്ചുകൊണ്ടാണ് അവർ ഹിജറ ചെയ്തിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവരുടെ ആ ഹിജറയുടെ ബർക്കത്ത് കൊണ്ട് ഈ മുഹമ്മദ് കാസത്തിന്റെ ഈ പണപ്പെട്ടിയിൽ ഇങ്ങനെ പണം ഇങ്ങനെ വീഴാൻ തുടങ്ങി. അത് ഏകദേശം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു, ഫുട്ബോളിൽ കാറ്റടിക്കുന്ന പോലെ ഇങ്ങനെ പൈസ ഇദ്ദേഹത്തിന് ഉണ്ടായിക്കൊണ്ടിരുന്നു. ആ വരുന്ന പൈസകളൊക്കെ എടുത്തുകൊണ്ട് അദ്ദേഹം കൂട്ടി വെച്ചിട്ട് 5 ഏക്കറും 10 ഏക്കറും 2 ഏക്കറുമായിട്ട് സ്ഥലം ഇങ്ങനെ വാങ്ങിച്ചു കൂട്ടി. ഏകദേശം 10-40 വർഷങ്ങൾക്ക് ശേഷം ഇദ്ദേഹത്തിന്റെ ആ ഒരു കപ്പാസിറ്റി എത്ര ഉണ്ട് നോക്കണ സമയത്ത് ഏകദേശം 700 ഏക്കർ സ്ഥലമുണ്ട്. ഞാനിതൊക്കെ നിങ്ങൾക്ക് ഞാനൊക്കെ വായിച്ച് കേൾപ്പിച്ച് അതിനെ സെറ്റാക്കിയിട്ട് വീഡിയോയിൽ എഡിറ്റ് ചെയ്ത് ചേർക്കുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ഈ വിഷയം നീണ്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ സംസാരം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എന്നിട്ട് ആ ഡോക്യുമെന്റുകൾ എങ്ങനെയാണ്, ഈ ഡോക്യുമെന്റുകളുടെ കിടപ്പുകൾ എങ്ങനെയാണ്, ഈ കാര്യങ്ങൾ എന്നൊക്കെ ഞാൻ ആ തെളിവ് സഹിതം ഇവിടെ എഡിറ്റ് ചെയ്ത് ചേർക്കുന്നുണ്ട്. വഖഫ് എന്ന പ്രസ്ഥാനത്തിൽ 4 ആംഗലേയ അക്ഷരങ്ങൾ ഉച്ചരിക്കാൻ പോലും വെറുപ്പ് കാണിക്കുന്ന സുരേഷ് ഗോപിയും അതേപോലെ തന്നെ വഖഫിനെ വെറുക്കുന്ന മറ്റു ചില വ്യക്തികൾക്കും അവർക്ക് വഖഫ് എന്തെന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് എൻ്റെ സ്വന്തം ജീവിതാനുഭവത്തിൽ നിന്ന് ഞാൻ ഇവിടെ ചില വസ്തുതകൾ പങ്കുവെക്കുകയാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം, എൻ്റെ പേര് സുലൈമാൻ സേഠ്. എന്റെ പിതാവ് ഇവിടെ ഹസൻ സേഠിന്റെ പിതാവ് അബ്ദുൽ ലത്തീഫിന്റെ പിതാവിന്റെ പേര് ഹാജി ഇസ്മായിൽ സേഠിന്റെ പിതാവ് ഹാജി കാസം സേഠ്. അങ്ങനെ എനിക്ക് മുൻപ് 1, 2, 3, 4 ജനറേഷനിലുള്ള ഈ ഹാജി കാസം സേഠ് എന്ന് പറയുന്ന വ്യക്തി, ഇദ്ദേഹം ഗുജറാത്തിലെ റൺ ഓഫ് കച്ചിൽ നിന്നാണ് വരുന്നത്. 1819 ജനിച്ചു. ഇദ്ദേഹം 1850, അതായത് ഇന്നേക്ക് 174 വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹത്തിന്റെ 31ാമത്തെ വയസ്സിൽ കൊച്ചിയിലേക്ക് ഇദ്ദേഹം കുടിയേറി വരുമ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ 5 വയസ്സുള്ള മകൻ ഇസ്മായിൽ ഉണ്ടായിരുന്നു. 1850 മുതൽ 1896 വരെ 46 വർഷം അദ്ദേഹം കൊച്ചിയിൽ ബിസിനസ് നടത്തി. അദ്ദേഹം ഏകദേശം 10-600 ഏക്കർ സ്വത്ത് സമ്പാദിക്കുകയുണ്ടായി. അദ്ദേഹം 1896 മരിച്ചു. മരിക്കുമ്പോൾ 77 വയസ്സായിരുന്നു. ഈ പ്രോപ്പർട്ടികളെല്ലാം തന്നെ അദ്ദേഹത്തിന്റെ മരണശേഷം മകൻ ഹാജി ഇസ്മായിൽ സേഠിൽ വന്നു ചേരുന്നു. അദ്ദേഹം 1845 ജനിച്ചിട്ടുണ്ടായിരുന്നു. 1875 ഹാജി ഇസ്മായിലിന് 30 വയസ്സുള്ളപ്പോൾ അദ്ദേഹത്തിന് അബ്ദുൽ ലത്തീഫ് എന്നൊരു സന്താനം ജനിക്കുന്നു. അതിനുശേഷം അബൂബക്കറും റാബുബായി എന്ന് പറയുന്ന വേറെയും 2 സന്താനങ്ങൾ ജനിക്കുന്നുണ്ട്. ഈ അബ്ദുൽ ലത്തീഫ് എന്ന് പറയുന്ന വ്യക്തി എൻ്റെ ഗ്രാൻഡ് ഫാദർ ആണ്, പിതാവിന്റെ പിതാവാണ്. അദ്ദേഹം, ഈ കക്ഷി 1917, അതായത് 107 വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹത്തിന്, ഈ ഹാജി ഇസ്മായിലിന് 72 വയസ്സുള്ളപ്പോൾ അദ്ദേഹം ഒരു വിൽ എഴുതുന്നുണ്ട്.
ഒരു ഒസിയത്ത് എഴുതുന്നുണ്ട്. ആ ഒസിയത്തിൽ അദ്ദേഹം തന്റെ സ്വത്തിന്റെ 1/3 അദ്ദേഹം വഖഫ് ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ 1/3 സ്വത്ത് എന്ന് പറയുന്നത് 600 ഏക്കർ പ്രോപ്പർട്ടിയുടെ 1/3, അതായത് 200 ഏക്കർ പ്രോപ്പർട്ടിയാണ് ഇദ്ദേഹം വഖഫ് ചെയ്തിരിക്കുന്നത്. ഇദ്ദേഹം 1918 തനിക്ക് 73 വയസ്സുള്ളപ്പോൾ അദ്ദേഹം മരണപ്പെടുകയാണ് ഉണ്ടായത്. ഇദ്ദേഹത്തിന്റെ മരണശേഷം സ്വത്തുക്കൾ വന്നു ചേർന്നിട്ടുണ്ടായിരുന്നത് എൻ്റെ ഗ്രാൻഡ് ഫാദർ ആയിട്ടുള്ള പിതാവിന്റെ പിതാവ് അബ്ദുൽ ലത്തീഫ് ഹാജി ഇസ്മായിലിന്റെ കയ്യിൽ വന്നു ചേരുന്നു. ഇദ്ദേഹം ബിസിനസ് ഒന്നും സീരിയസ് ആയിട്ട് കൊണ്ടു നടന്നില്ല. കാരണം തേങ്ങ ഇനത്തിൽ തന്നെ 600 ഏക്കറിൽ നിന്ന് വരുന്ന വരുമാനം തന്നെ ഒരു വലിയ വരുമാനമായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം ബിസിനസ്സിനെ മുൻപോട്ട് കൊണ്ടുപോയില്ല. ഇദ്ദേഹത്തിന്റെ കാലത്ത് ചില സ്ഥലങ്ങളൊക്കെ ഇദ്ദേഹം വിൽക്കുകയുണ്ടായി. ഇദ്ദേഹം ജനിച്ചത് 1875-ലാണ്. ഇദ്ദേഹത്തിന്റെ മരണം 1930-ലാണ്, 55 വയസ്സുള്ളപ്പോൾ. 1927 അദ്ദേഹം ഒരു ഒസിയത്ത് എഴുതി, ഒരു വില്ലെഴുതി. ആ വില്ലെഴുതി 3 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു. ഈ വില്ലെഴുതിയിട്ട് ആ വില്ലിൽ അദ്ദേഹം തന്റെ മകൻ മുഹമ്മദ് കാസം എന്ന് പറയുന്ന മൂത്ത മകന്, അതായത് എൻ്റെ പിതാവിന്റെ ജ്യേഷ്ഠന് 300 ഏക്കർ സ്ഥലം, ആകെയുള്ള 600 ഏക്കറിൽ നിന്ന് 300 ഏക്കർ സ്ഥലം ഒരു മകന് നൽകി, മൂത്ത മകന്. ബാക്കിയുള്ള 300 ഏക്കർ സ്ഥലമാണ് വഖഫ് ചെയ്തതിൽ പെടുന്നതും ബാക്കിയുള്ള 13 മക്കൾക്കും വേണ്ടി ഭാഗിച്ചിരിക്കുന്നത്. അതിനുശേഷം ഇദ്ദേഹത്തിന്റെ മരണശേഷം ആ പ്രോപ്പർട്ടി വരേണ്ടിയിരുന്നത് എൻ്റെ പിതാവിന്റെ കയ്യിലേക്കായിരുന്നു. അത് ഇവിടെ നിന്ന് ഡൈവേർട്ടായിട്ട് ഇദ്ദേഹത്തിന്റെ മകൻ ഇസ്മായിലിലേക്ക് പോവുകയുണ്ടായി. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ട്രസ്റ്റ്, അബ്ദുൽ ലത്തീഫ് ഹാജി, ഇദ്ദേഹത്തിന്റെ പേരിലാണ് ട്രസ്റ്റ്, അബ്ദുൽ ലത്തീഫ് ഹാജി ഇസ്മായിൽ സേട്ട് ധർമ്മസ്ഥാപനം എന്ന് പറയുന്നതിന്റെ സ്റ്റാർട്ടിങ് ഇവിടെയാണ്. ഈ ഡയഗ്രത്തിൽ നിന്ന് 2 കാര്യങ്ങൾ ഉൾക്കൊള്ളാനുണ്ട്. ഒന്ന്, അഡ്വക്കേറ്റ് ശങ്കർ തുടങ്ങിയിട്ടുള്ള ആളുകളൊക്കെ പറയുന്നത് രാജാവിന്റെ അടുത്ത് നിന്ന് പാട്ടത്തിന് സ്ഥലം വാങ്ങിച്ചു സേട്ടുമാർ എന്ന് പറയുന്നത് അത് അന്യായമാണ്, അങ്ങനെ ഒരു സംഭവമില്ല. സേട്ടുമാർ ഈ കക്ഷി ഇദ്ദേഹം സ്വയം ബിസിനസ് ചെയ്ത് വാങ്ങിച്ചിട്ടുള്ളതാണ്. അദ്ദേഹത്തിന്റെ വില്ലിൽ ഞാൻ വായിച്ചു കേൾപ്പിച്ച് തരാം. ഞാൻ സമ്പാദിച്ചു എന്നാണ് പറയുന്നത്. ഒരു പാട്ടത്തിനും കീട്ടത്തിനും ഇവരാരും തന്നെ സ്വത്ത് ആരുടെ കയ്യിൽ നിന്നും സേട്ടുമാർ വാങ്ങിച്ചിട്ടില്ല. അവർ വാങ്ങുകയുമില്ല. സേട്ടുമാർ അഭിമാനികളായിരുന്നു, തന്നെയുമല്ല ധനാഢ്യരുമായിരുന്നു. ഇനി ഡോക്യുമെന്റ് പ്രൂഫുകളിലേക്ക് നമുക്ക് പോകാം. വഖഫ് എന്ന പ്രസ്ഥാനത്തിലെ 4 ആംഗലേയ അക്ഷരങ്ങൾ ഉച്ചരിക്കാൻ വെറുപ്പ് പ്രകടിപ്പിക്കുന്ന സുരേഷ് ഗോപിയും വഖഫിനെ വെറുക്കുന്ന മറ്റ് ഇതര സഹോദരങ്ങളുടെയും ശ്രദ്ധയിലേക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്ന് വഖഫ് എന്ന സമ്പ്രദായം ഇല്ലാത്തത് കൊണ്ട് എങ്ങനെ ഞങ്ങൾക്ക് 148 ഏക്കർ നഷ്ടപ്പെട്ടു എന്ന് ഞാനിവിടെ വിവരിക്കുകയാണ്. ഞങ്ങളുടെ വഖഫ്, അതിൻ്റെ പേര് അബ്ദുൽ ലത്തീഫ് ഹാജി ഇസ്മായിൽ ധർമ്മസ്ഥാപനം. അത് വഖഫിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള, വഖഫ് ബോർഡിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ്. അതിൻ്റെ തുടക്കം ഇവിടെയാണ്. ഈ ഡോക്യുമെൻ്റാണ് അതിൻ്റെ തുടക്കം. ഞാൻ നിങ്ങളുടെ ഡയഗ്രത്തിൽ പറയുകയുണ്ടായി. ഇത് 1917 107 വർഷങ്ങൾക്ക് മുൻപ് ഇസ്മായിൽ മുഹമ്മദ് കാസം എന്ന് പറയുന്ന വ്യക്തി എഴുതിയിട്ടുള്ള ഡോക്യുമെൻ്റാണ്. ഇതിവിടെ നിങ്ങൾക്ക് കാണാം. മലയാളം മാസത്തിലാണ് ചെയ്തിരിക്കുന്നത്. 1993 നമ്പർ 7, 1993 ധനുമാസം 21-ാം തീയതി, കറസ്പോണ്ടിങ് 1917-ലാണ്. 107 വർഷങ്ങൾക്ക് മുൻപ്, 30 വർഷങ്ങൾക്ക് മുൻപ്, സ്വാതന്ത്ര്യത്തിന് 30 വർഷങ്ങൾക്ക് മുൻപ് എഴുതിയിരിക്കുന്നത് ബ്രിട്ടീഷ് പൊന്നാനിയിൽ വെച്ചിട്ടാണ് എഴുതിയിരിക്കുന്നത്. ബ്രിട്ടീഷ് പൊന്നാനി താലൂക്ക്, ഒരുമനയൂർ അംശം, പുതിയ കടപ്പുറം ദേശത്ത് എഴുതിയിരിക്കുകയാണ്. എഴുതിയിരിക്കുന്നത് മുസൽമാൻ ഹാജി എന്ന ഹാജി ഇസ്മായിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. ഹാജി കാസമിന്റെ മകനാണ് ഇദ്ദേഹം എഴുതിയിരിക്കുന്ന ഈ ഡോക്യുമെന്റ് അനുസരിച്ചിട്ട് അതിൽ അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഞാൻ 1.5 ലക്ഷം രൂപയ്ക്കുള്ള സ്വത്തുക്കൾ സമ്പാദിച്ചിരിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതിവിടെ കാണാൻ കഴിയും. 1.5 ലക്ഷം ഉറുപ്പികയിൽ കുറയാതെയുള്ള സ്വത്തുക്കൾ ഞാൻ സമ്പാദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 1.5 ലക്ഷം ഉറുപ്പികക്കുള്ള സ്വത്തുക്കൾ ഇദ്ദേഹം സമ്പാദിച്ചു എന്ന് പറയുമ്പോൾ ആ സമ്പാദിച്ചിരിക്കുന്ന സ്വത്തുക്കൾ ഏകദേശം 700 ഏക്കർ സ്ഥലമാണ് 1.5 ലക്ഷം രൂപയ്ക്ക് അന്ന് കിട്ടുക. അത് തെളിവ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മുനമ്പത്തെ മുഹമ്മദ് സിദ്ദീഖിന്റെ ആധാരത്തിലേക്ക് പോകാം. ഇത് മുഹമ്മദ് സിദ്ദീഖ് എന്നവരുടെ തീറാധാരമാണ്, വഖഫ് ആധാരമാണ്. 2115, അതിൽ 50-ാം നമ്പർ.
അതിൽ അദ്ദേഹം ഈ പ്രോപ്പർട്ടിയുടെ വില വിവരിക്കുന്നുണ്ട്. എത്രയാണ് ഈ പ്രോപ്പർട്ടിയുടെ കൃത്യമായിട്ടുള്ള വില എന്ന് അദ്ദേഹം വിവരിക്കുന്നുണ്ട്. അത് കാണാം. ഇവിടെ നിങ്ങൾക്ക് കാണാം 1123 875 നമ്പർ തീറാധാരപ്രകാരം എനിക്ക് ക്രയവിക്രയ പൂർണ്ണ സ്വാതന്ത്ര്യം സിദ്ധിച്ചു. ഞാൻ കൈവശം വെച്ചു, ദേഹണ്ണാദികൾ ചെയ്തു. 56 നമ്പർ പട്ടയത്തുംപടി പേരിൽ കൂട്ടി കരം തീർത്തും നിരാക്ഷേപപരമായി അനുഭവിച്ചു വരുന്നതായ വസ്തുക്കളിൽ താഴെ വിവരം പറയുന്നതും 1,00,000 രൂപ വിലയുള്ളതുമായ 404 ഏക്കർ 76 സെന്റ് സ്ഥലവും അതിലുള്ള സകല ദേഹണ്ഡങ്ങളും കൂടി ഡി കോളേജ് ഇസ്ലാമിക ആദർശപ്രകാരം നടത്തുമെന്നുള്ള വിശ്വാസത്താൽ എൻ്റെ ആത്മശാന്തിക്കായി അടിയിൽ പറയുന്ന വ്യവസ്ഥകളോടുകൂടി എനിക്കുള്ള സകല അവകാശങ്ങളും ഒഴിഞ്ഞു വഖഫായി ഡി മാനേജിംഗ് കമ്മിറ്റിക്ക് വേണ്ടി താങ്കൾക്ക് കൈവശപ്പെടുത്തി തന്നിരിക്കുന്നു. നമ്മൾ മുഹമ്മദ് സിദ്ദീഖിന്റെ ഡോക്യുമെന്റിൽ നിന്നും നമുക്ക് മനസ്സിലായത് അദ്ദേഹത്തിന്റെ പ്രോപ്പർട്ടിക്ക് 1,00,000 രൂപയാണ് 400 ഏക്കർ എന്ന് മനസ്സിലായി. അതിന്റെ അടിസ്ഥാനത്തിൽ 1,50,000 രൂപയുടെ സ്വത്ത് എന്ന് പറയുമ്പോൾ അത് തീർച്ചയായിട്ടും 400 പകരം 600 ഏക്കർ ആയിരിക്കും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതുകൂടാതെ ഈ സ്വത്തുക്കളുടെ കൈവശ ഭൂമികളുടെ ഒരു പട്ടിക തയ്യാറാക്കിയിട്ടുണ്ട്. ഇതിൽ എത്ര സെന്റ് എത്ര ഏക്കർ സ്ഥലമുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ആ ലിസ്റ്റ് പരിശോധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇത് ഏകദേശം 600 ഏക്കർ സ്ഥലമാണ് എന്ന് ഈ ലിസ്റ്റിൽ നിന്നും കൈവശ ഭൂമികളുടെ ലിസ്റ്റിൽ നിന്നും മനസ്സിലാകുന്നുണ്ട്. അന്ന് 1917 അദ്ദേഹം ഈ സ്വത്തുക്കൾ വഖഫ് ചെയ്യുന്ന സമയത്ത് വഖഫ് സമ്പ്രദായം ഇല്ല. 1400 വർഷങ്ങൾക്ക് മുൻപ് ലോകത്ത് വഖഫ് എന്നൊരു സമ്പ്രദായം നിലവിൽ വന്നെങ്കിലും ഇന്ത്യയിൽ ഈ സമ്പ്രദായം 1917 വഖഫ് ചെയ്യുന്ന സമയത്ത് ഇല്ല. അങ്ങനെ അദ്ദേഹം ഈ സ്വത്ത് വഖഫ് ചെയ്തിട്ടുള്ള മുഹമ്മദ് ഇസ്മായിൽ സേട്ട് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം 1918 മരണപ്പെടുന്നു. മരണപ്പെട്ടതിന് ശേഷം ആ സ്വത്തുക്കളൊക്കെ അദ്ദേഹത്തിന്റെ മകൻ, അതായത് എൻ്റെ ഗ്രാൻഡ് ഫാദർ, പിതാവിന്റെ കയ്യിലേക്ക് 1927 സ്വത്തുക്കളെല്ലാം വരുന്നു. ഈ ഗ്രാൻഡ് ഫാദർ ഇദ്ദേഹം ബിസിനസ് ഒന്നും കണ്ടിന്യൂ ചെയ്തില്ല. അദ്ദേഹം ഉണ്ടായിരുന്ന ആ സ്വത്തുക്കളൊക്കെ ഇടക്കും തലക്കൊക്കെ വിൽക്കാനും തന്നെയുമല്ല ഒരുപാട് വരുമാനം ഈ പരന്നു കിടക്കുന്ന 600 ഏക്കർ സ്ഥലത്ത് നിന്ന് നാളികേര ഇനത്തിൽ തന്നെ ഒരുപാട് വരുമാനങ്ങളുണ്ടായിരുന്നു. മൂപ്പര് സുരേഷ് ഗോപി നടക്കുന്നത് പോലെ ഒരു ധനാഢ്യനായിട്ട് ഇങ്ങനെ രാജാവും പ്രജയും കളിച്ചുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ നടന്നു. അങ്ങനെ അദ്ദേഹം ആ ചെയ്തത് എന്തെന്നാൽ ഈ സ്വത്തുക്കൾ ഒക്കെ കൂടുതലാണ് എന്ന് അദ്ദേഹം തീരുമാനിക്കുകയും 64 ഏക്കർ മതി വഖഫ് എന്ന് അദ്ദേഹം തീരുമാനിച്ചു. അദ്ദേഹത്തിന്റെ പിതാവ് 200 ഏക്കർ വഖഫ് ചെയ്തതിനെ അദ്ദേഹത്തിന്റെ മകൻ, അതായത് എൻ്റെ ഗ്രാൻഡ് ഫാദർ, അത് 64 ഏക്കറായിട്ട് നിജപ്പെടുത്തി. ഇവിടെ ഒരു കാര്യം ശ്രദ്ധേയമാണ്. 1927 ഈ വഖഫ് എഴുതുന്ന സമയത്ത് ഇന്ത്യയിൽ വഖഫ് ബോർഡ് എന്ന സമ്പ്രദായം നിലവിലില്ല. വഖഫ് സ്വത്തുക്കളെ നോക്കി നടത്താനുള്ള ഒരു സിസ്റ്റം ഇന്ത്യയിൽ ഇല്ല. അപ്പോൾ ആദ്യത്തെ വ്യക്തി 1917 107 വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹം വഖഫ് ചെയ്തത് 200 ഏക്കറാണ്. അദ്ദേഹത്തിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ മകൻ, എൻ്റെ ഗ്രാൻഡ് ഫാദർ, അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പ്രോപ്പർട്ടി വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം 1927 എഴുതിയിട്ടുണ്ടായിരുന്ന ഓസിയത്ത് അനുസരിച്ചിട്ട് വഖഫ് സ്വത്ത് 64 ചുരുങ്ങുകയുണ്ടായി. അങ്ങനെ 200-ൽ നിന്ന് 64 ചുരുങ്ങിക്കഴിഞ്ഞപ്പോൾ സമൂഹത്തിന് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത് 136 ഏക്കറാണ്. അന്ന് കാലത്ത് വഖഫ് ബോർഡ് ഉണ്ടായിരുന്നെങ്കിൽ ഈ 136 ഏക്കർ നഷ്ടപ്പെടുകയില്ലായിരുന്നു. അങ്ങനെ അബ്ദുൽ ലത്തീഫിന്റെ മരണശേഷം ഈ സ്വത്തുക്കൾ അദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള മുഹമ്മദ് കാസിമിലേക്ക് എത്തിപ്പെടുകയാണ് ഈ സ്വത്തുക്കൾ. മുഹമ്മദ് കാസിം എന്ന് പറയുന്നത് എൻ്റെ പിതാവിന്റെ നേരെ ജ്യേഷ്ഠനാണ്. മുഹമ്മദ് കാസിമിന്റെ കാലത്തും വഖഫ് ബോർഡ് എന്ന സമ്പ്രദായം ഇല്ലാത്തത് കൊണ്ട് ഒരു ഉദ്ദേശം വെച്ചുകൊണ്ട് ഇന്ന സ്വത്തുക്കളൊക്കെ വഖഫാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനങ്ങൾ പാവങ്ങൾക്ക് കൊടുത്തുകൊണ്ട് വന്നു. അങ്ങനെ മുഹമ്മദ് കാസത്തിന്റെ മരണശേഷം ആ സ്വത്തുക്കൾ വന്നു ചേരുന്നത് മുഹമ്മദ് ഇസ്മായിൽ സേട്ടു, അതായത് മുഹമ്മദ് കാസിം സേട്ടുവിന്റെ മകൻ മുഹമ്മദ് ഇസ്മായിൽ സേട്ടുവിലേക്കാണ് ഈ സ്വത്തുക്കൾ വന്നു ചേരുന്നത്. മുഹമ്മദ് ഇസ്മായിൽ സേട്ടുവിന്റെ കാലത്താണ് 1960 ഈ വഖഫ് ബോർഡ് എന്നൊരു സമ്പ്രദായം എറണാകുളത്ത് അത് സ്റ്റാർട്ടാവുന്നത്. ആ ഒരു വഖഫ് സമ്പ്രദായം സ്റ്റാർട്ടായി കഴിഞ്ഞപ്പോൾ മുഹമ്മദ് ഇസ്മായിൽ സേട്ട് എന്ന് പറയുന്ന വ്യക്തി അത് വഖഫ് ബോർഡിൽ കൊണ്ടുപോയി രജിസ്റ്റർ ചെയ്തു. രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഡേറ്റ് ഇവിടെ നിങ്ങൾക്ക് കാണാം, 27/7/1961.
60 വഖഫ് ബോർഡ് വന്നു. 61 ആ പ്രോപ്പർട്ടി കൊണ്ടുപോയി രജിസ്റ്റർ ചെയ്തു. രജിസ്റ്റർ ചെയ്തിട്ടുള്ള പ്രോപ്പർട്ടിയുടെ ലിസ്റ്റാണ് ഇവിടെ നിങ്ങൾ വലതുഭാഗത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ടോട്ടൽ എത്രയാണുള്ളത്? 52.81. 52 ഏക്കർ 81 ആയി മാറി. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് 200 ഏക്കർ വഖഫ് ചെയ്തിട്ടുണ്ടായിരുന്നത് അത് 52 ചുരുങ്ങി കഴിഞ്ഞപ്പോൾ 148 ഏക്കർ സ്വത്താണ് ഈ സമൂഹത്തിന് നഷ്ടപ്പെട്ടത് എന്ന് വഖഫിനെ വെറുക്കുന്ന ജനങ്ങൾ, സുരേഷ് ഗോപിയും അദ്ദേഹത്തിന് സ്തുതി പാടുന്നവരും മനസ്സിലാക്കുക. വഖഫ് ബോർഡ് എന്നൊരു സിസ്റ്റം ഇല്ലാത്തത് കൊണ്ട് പാവപ്പെട്ടവരുടെ സ്വത്തായിട്ടുള്ള 148 ഏക്കറാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അതാണ് വഖഫ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ വഖഫിന്റെ വിഷയത്തിൽ ഇത് നിങ്ങൾ മനസ്സിലാക്കിയതോടൊപ്പം തന്നെ വേറൊരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടത്, വെറും 46 വർഷം കൊണ്ടാണ്, സ്വന്തം അധ്വാനം കൊണ്ടാണ് 600 ഏക്കർ സമ്പാദിച്ചത്. ഇത് ഒരു കൊച്ചി രാജാവോ അതല്ലെങ്കിൽ വേറെ തിരുവിതാംകൂർ രാജാവോ പാട്ടത്തിന് കൊടുത്തതും ഒന്നുമല്ല. സേട്ടുമാർ അങ്ങനെ പാട്ടത്തിന് എടുത്തിട്ട് നടത്തുന്നവരുമല്ല. സേട്ടുമാർ സ്വന്തം അവരുടെ ഭൂമി പാട്ടത്തിന് കൊടുക്കുന്നവരാണെന്നും മനസ്സിലാക്കുക. ഇവിടെ മുഹമ്മദ് ഇസ്മായിൽ എന്ന് പറയുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ കാലത്ത് ഈ പറഞ്ഞിട്ടുള്ള പ്രോപ്പർട്ടികൾ, ഈ 52 ഏക്കർ അദ്ദേഹം കൊണ്ടുപോയി വഖഫ് ബോർഡിൽ രജിസ്റ്റർ ചെയ്തതിനെ കുറിച്ചിട്ട് ഞാൻ പറയുകയുണ്ടായിരുന്നു. ആ രജിസ്റ്റർ ചെയ്തതിന് ഞങ്ങളുടെ ചില കുടുംബാംഗങ്ങൾക്ക് അതിനോട് വിയോജിപ്പുണ്ടാവുകയും ആ വിയോജിപ്പിന്റെ അടിസ്ഥാനത്തിൽ ഒരു കേസ് നടക്കുകയും ഉണ്ടായിരുന്നു തൃശ്ശൂർ സബോർഡിനേറ്റ് കോടതിയിൽ. അവിടെ ജഡ്ജ് പത്മനാഭൻ ഒരു റിമാർക്സ് പറഞ്ഞത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് 1964 കൊടുത്ത കേസ് 73 9 കൊല്ലങ്ങൾക്ക് ശേഷമാണ് വിധി വരുന്നത്. ആ വിധിന്യായം ഒരു വലിയ വിധിന്യായമാണ്, 100 പേജുകളുള്ള വലിയ വിധിന്യായമാണ്. അതിൽ 33-ാമത്തെ പേജിൽ ഒരു കാര്യം പറഞ്ഞത് എന്നെ വളരെയധികം ആകർഷിക്കുകയുണ്ടായിരുന്നു. അതിൽ പറയുന്നത് more than 300 acres were given to Qasim Seth alone. കാസിം സേഠ് എന്ന് പറയുന്ന വ്യക്തിക്ക് അദ്ദേഹത്തിന്റെ പിതാവ്, അതായത് എന്റെ ഗ്രാൻഡ് ഫാദർ അബ്ദുൽ ലത്തീഫ് 300 ഏക്കർ സ്ഥലം അദ്ദേഹത്തിന് മാത്രം നൽകി. അപ്പൊ മൊത്തം 600 ഏക്കറിൽ നിന്ന് 300 ഏക്കർ മുഹമ്മദ് കാസത്തിന് എലോൺ അദ്ദേഹത്തിന് മാത്രം നൽകുകയും ബാക്കി 300 ഏക്കർ സ്ഥലം അത് ബാക്കിയുള്ള 13 മക്കൾക്കും വഖഫ് ബോർഡിനുമൊക്കെ ആയിട്ട് ഭാഗിക്കുകയും ഉണ്ടായി. ഈ 300 ഏക്കർ ഭൂമി എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്ന കാസിം സേഠ് എന്ന് പറയുന്ന വ്യക്തി എന്റെ പിതാവിന്റെ നേരെ മൂത്ത ജ്യേഷ്ഠനാണ്. അപ്പൊ ഇത് അന്ന് സംഭവിച്ചത് ഒരു അനീതിയാണ് എന്ന് ഞാൻ അന്നും വിശ്വസിക്കുന്നു, ഇന്നും വിശ്വസിക്കുന്നു. പക്ഷേ അതിന്റെ ഗുട്ടൻസ് മനസ്സിലാകുമ്പോഴേക്കും സമയം വൈകിപ്പോയിരുന്നു. അപ്പോൾ വഖഫ് എന്ന 4 ആംഗലേയ അക്ഷരം പറയാൻ വെറുപ്പും അറപ്പും കാണിക്കുന്ന സുരേഷ് ഗോപിയും അദ്ദേഹത്തിനെ അനുധാവനം ചെയ്യുന്നവരും ഒക്കെ മനസ്സിലാക്കേണ്ടത്, വഖഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സമൂഹത്തിന്റെ നന്മയ്ക്ക് വളരെ ആവശ്യമാണ്, അവരുടെ സ്വത്തുക്കൾക്ക് സംരക്ഷണമാണ്. ഇവിടെ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധയിൽപ്പെടേണ്ടത്, നമുക്ക് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് അപ്ഡേറ്റ് വരുന്നതൊക്കെ വഖഫ് ബോർഡിനെ നിർത്തലാക്കുക, വഖഫ് ബോർഡ് നിർത്തലാക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് അപ്ഡേറ്റുകൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ചിന്തിക്കുക, സർക്കാർ ഇന്നു മുതൽ വഖഫ് ബോർഡ് വന്താക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്വത്തുക്കളൊക്കെ സർക്കാരിലേക്ക് കിട്ടുമെന്നാണോ ഈ അപ്ഡേറ്റ് കൊടുത്തിരിക്കുന്നത് ചിന്തിക്കുന്നത്? അങ്ങനെ സർക്കാർ അതിനെ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, വഖഫ് ബോർഡിനെ ഇല്ലാതാക്കി കഴിഞ്ഞാലൊന്നും ഈ പറഞ്ഞിട്ടുള്ള സ്വത്തുക്കളൊന്നും വഖഫ് ബോർഡിൽ നിന്ന് സർക്കാരിലേക്ക് കിട്ടുകയില്ല. കാരണം ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ 52 ഏക്കർ 81 സെന്റ് എന്ന് പറയുന്നത് ഇത് വഖഫ് ബോർഡ് അതിന്റെ മേലധികാരികൾ മാത്രമാണ്. ഈ സ്വത്തൊക്കെ ഞങ്ങളുടേത് തന്നെയാണ്. ഈ സ്വത്തുക്കൾ വഖഫ് ബോർഡ് അതിന് മേലധികാരികൾ ആവുന്നത് കൊണ്ട് ഞങ്ങളുടെ പ്രോപ്പർട്ടിയിൽ നിന്നുണ്ടാകുന്ന വരുമാനത്തിന്റെ 7.5%, വാർഷിക വരുമാനത്തിന്റെ 7.5% വഖഫ് ബോർഡിന് കൊടുക്കുന്നു. അതേപോലെ തന്നെ ഞങ്ങളെപ്പോലെ വഖഫ് ചെയ്തിട്ടുള്ള 100 ആയിരങ്ങളോ കേരളത്തിലുണ്ട്. അവരുടെയൊക്കെ സ്വത്തുകൾ സർക്കാരിന്റെ ഖജനാവിലേക്ക് വന്നു ചേരും എന്ന് ഏതെങ്കിലും അപ്ഡേറ്റ് ചെയ്യുന്നവർ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, ഇത് വഖഫ് ബോർഡ് ഇതിന്റെ മേലധികാരികൾ മാത്രമാണ്. ഈ 52 ഏക്കർ ഇത് ഞങ്ങളുടേത് തന്നെയാണ്. ഇതുപോലെ തന്നെ 52, 100, 120, 300 ഏക്കറുകളുള്ള ഓരോ വാഖഫികളുമുണ്ട്. അത് അവരിലേക്കാണ് തിരിച്ചു പോകുക. സർക്കാർ വഖഫ് ബോർഡ് പിരിച്ചുവിട്ടാൽ ഈ സ്വത്തുക്കളൊക്കെ അതിന്റെ ഉടമസ്ഥരിലേക്ക് തിരിച്ചു പോകും എന്ന് മനസ്സിലാക്കുക. നിങ്ങൾ ധരിക്കുന്നത് പോലെ സർക്കാർക്ക് കണ്ടുകെട്ടാനൊന്നും കഴിയുകയില്ല എന്നും നിങ്ങൾ ഈ സാന്ദർഭികമായിട്ട് ഈ വിഷയം കൂടി മനസ്സിലാക്കി വെക്കുക.